വെൽക്കം ബാക്ക് ടു ടീച്ചേഴ്സ് ഡയറി. ഇനി നമുക്ക് പഠിക്കാനുള്ളത് രണ്ടാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠമായ സബ്സെ ബഡാ ഷോമാൻ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പാഠഭാഗം, ഈ ഒരു പാഠത്തിന്റെ ആദ്യത്തെ പേജ് കാണുമ്പോൾ തന്നെ അറിയാം നമുക്കതിൽ ചാർലി ചാപ്ലിന്റെ പടം കാണാം. അപ്പൊ അദ്ദേഹത്തെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പാഠത്തിൽ പഠിക്കുന്നത്. അപ്പൊ ഈ ഒരു പാഠം എന്ന് പറയുന്നത് ഒരു ജീവനിയാണ്. ജീവനി എന്ന് പറഞ്ഞാൽ ജീവചരിത്രമാണ്. അപ്പൊ ജീവചരിത്രം, ജീവനി എന്ന് പറയുന്നതും ജീവചരിത്രം എന്ന് പറയുന്നതും ആത്മകഥ എന്ന് പറയുന്നതും രണ്ടാണ്. ആത്മകഥ എന്ന് പറഞ്ഞാൽ ഒരാൾ അയാളുടെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങൾ ചേർത്തിണക്കി അയാളുടെ ജീവിതത്തിന്റെ കഥ എഴുതുന്നതാണ് നമ്മൾ ആത്മകഥ എന്ന് പറയുന്നത്. എന്നാൽ ഒരാൾ ജീവിച്ചിരിക്കുമ്പോഴോ അയാൾ മരിച്ചതിന് ശേഷമോ അയാളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു കഥാരൂപം അല്ലെങ്കിൽ അയാളുടെ ജീവിതം മറ്റൊരാൾ എഴുതുന്നതിനെയാണ് നമ്മൾ ജീവചരിത്രം എന്ന് പറയുന്നത്. അപ്പോ സബ്സെ ബഡാ ഷോമാൻ എന്നുള്ളത് ഒരു ജീവചരിത്രമാണ്. ആരുടെ ജീവചരിത്രമാണ്? ചാർലി ചാപ്ലിന്റെ ജീവചരിത്രമാണ്. അപ്പൊ നമുക്കറിയാം അത് എഴുതിയിരിക്കുന്നത് മറ്റൊരാളായിരിക്കും. അത് എഴുതിയിരിക്കുന്ന കവിയുടെ പേരാണ് ഗീത് ചതുർവേദി. അപ്പൊ ഗീത് ചതുർവേദി ചാർലി ചാപ്ലിന്റെ ജീവചരിത്രമാണ് എഴുതിയിട്ടുള്ളത്. ആ ജീവചരിത്രത്തിൽ നിന്ന് ചെറിയൊരു ഭാഗം മാത്രമാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. സ്വന്തം ദുഃഖങ്ങൾ ഉള്ളിലൊതുക്കി മറ്റുള്ളവരെ ചിരിപ്പിക്കുകയും വിസ്മയിപ്പിക്കുകയും ചെയ്ത അതുല്യ പ്രതിഭയായിരുന്നു ചാർലി ചാപ്ലിൻ. ചാർലി ആദ്യമായി സ്റ്റേജ് പ്രോഗ്രാം നടത്തിയതിനെ കുറിച്ചാണ് ഈ ജീവചരിത്ര ഭാഗം. ഈ പാഠത്തിന്റെ അവസാനത്തെ പേജിൽ ചാർലി ചാപ്ലിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് അത് നോക്കാം. സർ चार्ल्स स्पेंसर चार्लिन का जन्म 16 अप्रैल 1889 को हुआ. चार्ल्स स्पेंसर ചാപ്ലിന്റെ ജന്മം 16 ഏപ്രിൽ 1889 ഉണ്ടായത്. ചാപ്ലിൻ വിശ്വ के बड़े कलाकारों में एक है. ചാപ്ലിൻ വിശ്വ के ലോകത്തിലെ बड़े कलाकारों में വലിയ കലാകാരന്മാരിൽ एक है, ഒരാളാണ്. വേ ഹാസ്യ അഭിനേത, അദ്ദേഹം ഹാസ്യ അഭിനേതാവാണ്. ഫിലിം നിർദ്ദേശക്, ഫിലിം നിദേശക് എന്ന് പറഞ്ഞാൽ സിനിമാ സംവിധായകൻ, നിർദ്ദേശക് എന്നും പറയാറുണ്ട്. സംഗീതജ്ഞൻ, ഫിലിം നിർമ്മാത, സിനിമാ നിർമ്മാത എന്ന് പറഞ്ഞാൽ സിനിമാ നിർമ്മാതാവ്. ആദി കെ രൂപ് മേ മശൂർ ദേ എന്നീ നിലകളിൽ അദ്ദേഹം പ്രസിദ്ധനായിരുന്നു. अमेरिकी सिनेमा के क्लासिकल हॉलीवुड युग के प्रारंभ से मध्य तक उनका योगदान रहा. അമേരിക്കൻ സിനിമയുടെ ക്ലാസിക്കൽ ഹോളിവുഡ് യുഗത്തിന്റെ പ്രാരംഭസെ തുടക്കം മുതൽ മധ്യകാലഘട്ടം വരെ ഉനിക്ക അദ്ദേഹത്തിന്റെ യോഗ്ദാൻ രഹ, അദ്ദേഹത്തിന്റെ സംഭാവനകൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന് പങ്കുണ്ടായിരുന്നു. एक शिशु कलाकार से लेकर 88 वर्ष की आयु तक वे इस क्षेत्र में सक्रिय थे. एक शिशु कलाकार से ഒരു ബാലകലാകാരനിൽ നിന്ന് തുടങ്ങി 88 വർഷ की आयु 88 വയസ്സ് വരെ, ആയു തക് വയസ്സ് വരെ, വേ इस क्षेत्र में सक्रिय थे, അദ്ദേഹം ഈ രംഗത്ത് സജീവമായിരുന്നു. 25 दिसंबर 1977 को इस महान कलाकार का निधन हुआ. 25 ഡിസംബർ 1977 ഈ മഹാനായ കലാകാരൻ അന്തരിച്ചു. നിധൻ ഹുവ എന്ന് പറഞ്ഞാൽ അന്തരിച്ചു. उनकी मॉडर्न टाइम्स, द ग्रेट डिटेक्टर, द किड, सिटी लाइट्स, द सर्कस आदि कई फिल्में विश्व भर के लोग अध्ययन और मनोरंजन के लिए देखते हैं. അദ്ദേഹത്തിന്റെ മോഡേൺ ടൈംസ്, ദി ഗ്രേറ്റ് ഡിറ്റക്ടർ, ദി കിഡ്, സിറ്റി ലൈറ്റ്സ്, ദി സർക്കസ് ആദി കൈ ഫിലിമേം തുടങ്ങിയ അനേകം സിനിമകൾ വിശ്വഭർ കെ ലോക് ലോകത്തിലെ മുഴുവൻ ജനങ്ങളും അധ്യയൻ പഠനത്തിന് വേണ്ടിയും ഓർ മനോരഞ്ജൻ കേലിയെ, മനോരഞ്ജൻ എന്ന് പറഞ്ഞാൽ വിനോദത്തിന് വേണ്ടിയും ദേഖ്തേ ഹേ കാണുന്നുണ്ട്. അപ്പൊ ഇതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? സർ ചാൾസ് സ്പെൻസർ ചാപ്ലിൻ 1889 ഏപ്രിൽ 16 ജനിച്ചത്. ലോകത്തിലെ വലിയ കലാകാരന്മാരിൽ ഒരാളാണ് ചാപ്ലിൻ. ഹാസ്യ നടൻ, സിനിമാ സംവിധായകൻ, സംഗീതജ്ഞൻ, സിനിമാ നിർമ്മാതാവ് തുടങ്ങിയ നിലകളിൽ അദ്ദേഹം പ്രസിദ്ധനായിരുന്നു. അമേരിക്കൻ സിനിമയിലെ ക്ലാസിക്കൽ ഹോളിവുഡ് യുഗത്തിന്റെ തുടക്കം മുതൽ മധ്യകാലഘട്ടം വരെ അദ്ദേഹത്തിന്റെ പങ്കുണ്ടായിരുന്നു. ഒരു ബാലകലാകാരനിൽ തുടങ്ങി 88 വയസ്സുവരെ അദ്ദേഹം ഈ രംഗത്ത് സജീവ സാന്നിധ്യമായിരുന്നു. 1977 ഡിസംബർ 25 ഈ മഹാനായ കലാകാരൻ അന്തരിച്ചു.
മോഡേൺ ടൈംസ്, ദി ഗ്രേറ്റ് ഡിറ്റക്റ്റീവ്, ദി കിഡ്, സിറ്റി ലൈറ്റ്സ്, ദി സർക്കസ് തുടങ്ങിയ അദ്ദേഹത്തിന്റെ നിരവധി സിനിമകൾ ലോകം മുഴുവനുമുള്ള ആളുകൾ പഠനത്തിനും വിനോദത്തിനുമായി കാണുന്നുണ്ട്. ഇനി നമുക്ക് ഈ ജീവനി എഴുതിയിട്ടുള്ള ഗീത് ചതുർവേദിയെ കുറിച്ച് തന്നിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. गीत चतुर्वेदी का जन्म 27 नवंबर 1977 को मुंबई में हुआ था. ഗീത് ചതുർവേദിയുടെ ജന്മം നവംബർ 27 1977 മുംബൈയിലാണ് ജനിച്ചത് അദ്ദേഹം. ആപ് കവി ഹേം. ആപ്പ് എന്ന് പറഞ്ഞാൽ താങ്കൾ എന്നാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇവിടെ ആപ്പ് എന്ന വാക്കിനർത്ഥം അദ്ദേഹം എന്നാണ്. ആപ് കവി ഹേം ജീവനി കാർബി. അദ്ദേഹം കവിയുമാണ്, ജീവനി കാർബി. ഇങ്ങനെ ജീവചരിത്രങ്ങളൊക്കെ എഴുതുന്ന ആളുമാണ്. अब आप दैनिक भास्कर नोएडा के संपादकीय विभाग में कार्यरत हैं. ഇപ്പോൾ ആപ് അദ്ദേഹം ദൈനിക് ഭാസ്കർ ഒരു പത്രത്തിന്റെ പേരാണ്. ദൈനിക് ഭാസ്കർ പത്രത്തിൽ ഇപ്പോൾ നോയിഡ കെ സമ്പാദകീയ വിഭാഗമേ, നോയിഡ കേന്ദ്രത്തിൽ സമ്പാദകീയ വിഭാഗം എന്ന് പറഞ്ഞാൽ എഡിറ്റോറിയൽ വിഭാഗത്തിൽ കാര്യരത് ഹേം. കാര്യരത് എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥൻ. അദ്ദേഹം ഇപ്പോൾ ദൈനിക് ഭാസ്കർ പത്രത്തിന്റെ നോയിഡ കേന്ദ്രത്തിൽ എഡിറ്റോറിയൽ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥനാണ്. ഇതിൽ ആദ്യം തന്നിരിക്കുന്നത്, ഈ പാഠഭാഗത്ത് ആദ്യം നമുക്ക് തന്നിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ അദ്ദേഹത്തിന്റെ ലോക പ്രശസ്തമായ വാക്കുകളാണ്. മുझे बारिश में चलना पसंद है, मेरे आंसू जो नहीं देख पाता है कोई. മഴയത്ത് നടക്കാൻ എനിക്ക് ഇഷ്ടമാണ്, എന്റെ കണ്ണുനീർ കാണാൻ കഴിയില്ലല്ലോ ആർക്കും. സബ്സെ ബഡാ ഷോമാൻ. ഗീത് ചതുർവേദിയാണ് ഇദ്ദേഹത്തിന്റെ ജീവചരിത്രം എഴുതിയിട്ടുള്ളത്. അതിന്റെ ചെറിയൊരു ഭാഗമാണ് നമുക്ക് ഇവിടെ പഠിക്കാനായിട്ട് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ പാഠഭാഗത്തിലേക്ക് കടക്കാം. गाते गाते अचानक माम की आवाज फटकर फुसफुसाहट में तब्दील हो गई. गाते गाते പാടി പാടി അചാനക് പെട്ടെന്ന്, മാം കി ആവാസ് അമ്മയുടെ ആവാസ് സ്വരം, ഫട്കർ ഫട്കർ എന്ന് പറഞ്ഞാൽ പൊട്ടിയിട്ട്, ഇവിടെ ഇടറി എന്നാണ് അർത്ഥം. മാം കി ആവാസ് ഫട്കർ അമ്മയുടെ ശബ്ദം ഇടറി ഫുസ്ഫുസാഹട്ട് മേം തബ്ദീൽ ഹോ ഗയി. ഫുസ്ഫുസാഹട്ട് എന്ന് പറഞ്ഞാൽ നേർത്ത പിറുപിറുക്കുന്ന ശബ്ദം, നേർത്ത പുലമ്പലായിട്ട് മാറി. തബ്ദീൽ ഹോ ഗയി മാറിപ്പോയി. തബ്ദീൽ ഹോന മാറുക. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? പാടി പാടി പെട്ടെന്ന് അമ്മയുടെ ശബ്ദം പതറി നേർത്ത് പുലമ്പലായി മാറിപ്പോയി. लोगों को लगा कि माइक में कुछ खराबी आ गई है, पर फुसफुसाहट जारी थी. लोगों को लगा कि ആളുകൾക്ക് തോന്നി, ലഗ തോന്നി, कि എന്താണ് തോന്നിയത്? മൈക്ക് മേം കുച്ച് ഖരാബി ആ ഗയി ഹേ, മൈക്കിൽ എന്തോ കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. ഖരാബി കേടുപാട്. പർ എന്നാൽ ഫുസ്ഫുസാഹട്ട് ജാരി ദി എന്നാൽ ഈ പിറുപിറുക്കുന്ന ശബ്ദം കൂടിക്കൂടി വന്നു. ലോക് ചില്ലാനെ ലഗെ ആളുകൾ ബഹളം വെക്കാൻ തുടങ്ങി. കഹീം സേ എവിടെ നിന്നോ. കുച്ച് ലോഗ് കുറച്ചാളുകൾ മ്യാവു മ്യാവു കി ആവാസ് നിക്കാൽനെ ലഗെ മ്യാവു മ്യാവു എന്ന സൗണ്ട് എന്ന ശബ്ദം നിക്കാൽനെ ലഗെ പുറപ്പെടുവിക്കാൻ തുടങ്ങി. ഇസ് അഭദ്ര ഷോർ ഈ അശുഭകരമായ ശബ്ദം മാം കോ സ്റ്റേജ് സേ ഹട്നെ കോ മജ്ബൂർ കർ ദിയാ. ഇസ് അഭദ്ര ഷോറിനെ ഈ അശുഭകരമായ ശബ്ദം മാംകോ അമ്മയെ സ്റ്റേജിൽ നിന്ന് ഹട്ന മാറുക എന്നുള്ളതാണ്. സ്റ്റേജിൽ നിന്ന് പിൻവാങ്ങാനായി മസ്ബൂർ കർദിയ നിർബന്ധിതയാക്കി. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? പാടി പാടി പെട്ടെന്ന് അമ്മയുടെ ശബ്ദം പതറി നേർത്ത് പുലമ്പലായി മാറിപ്പോയി. ആളുകൾക്ക് തോന്നിയത് മൈക്കിന് എന്തെങ്കിലും കുഴപ്പമുണ്ടായതാണ് എന്നായിരുന്നു. പക്ഷേ ഈ പിറുപിറുക്കൽ ശബ്ദം തുടർന്നുകൊണ്ടിരുന്നു. ആളുകൾ ബഹളം വെക്കാൻ തുടങ്ങി. എവിടെ നിന്നോ കുറച്ചാളുകൾ മ്യാവു മ്യാവു ശബ്ദം പുറപ്പെടുവിക്കാൻ തുടങ്ങി. ഈ അശുഭകരമായ ശബ്ദം അമ്മയെ സ്റ്റേജിൽ നിന്ന് മാറാൻ നിർബന്ധിതയാക്കി. ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട നമ്മൾ പഠിച്ചിരിക്കേണ്ട വാക്കുകൾ, ആവാസ് എന്ന് പറഞ്ഞാൽ ശബ്ദം, ഫട്ന എന്ന പൊട്ടുക എന്നുള്ളതാണ്. ഇവിടെ ഇടറി എന്നാണ് അർത്ഥം. ഫുസ്ഫുസാഹട്ട് നേർത്ത പിറുപിറുത്ത ശബ്ദം. തബ്ദീൽ ഹോന മാറ്റം സംഭവിക്കുക. ഖരാബി കേടുപാട്. ചില്ലാന ബഹളം വെക്കുക. അഭദ്ര ഷോർ അഭദ്ര എന്ന് പറഞ്ഞാൽ അശുഭകരമായ, ഷോർ ബഹളം അല്ലെങ്കിൽ ശബ്ദം. ഹട്ന മാറുക.
മസ്ബൂർ കർദിയ. മസ്ബൂർ കർദിയ എന്ന് പറഞ്ഞാൽ നിർബന്ധിതയാക്കി, നിർബന്ധിതമാക്കി എന്നാണ് അർത്ഥം. चार्ली को वह अक्सर अपने साथ थिएटर ले जाती थी. ചാർലിക്കോ, ചാർലിയെ, വഹ് അക്സർ അമ്മ മിക്കപ്പോഴും, അക്സർ എന്ന് പറഞ്ഞാൽ മിക്കപ്പോഴും, അപ്നെ സാത്ത് തന്റെ കൂടെ, തിയേറ്റർ ലേ ജാത്തി ദി തിയേറ്ററിലേക്ക് കൊണ്ടുപോകാറുണ്ടായിരുന്നു. ഉസ് ദിൻ ബി ആ ദിവസവും, പർദയ്ക്ക് പീച്ചെ ഗഡ പർദയുടെ പുറകിൽ നിന്നിട്ട്, പർദ എന്ന് പറഞ്ഞാൽ കർട്ടൻ, തിരശീല, പർദയ്ക്ക് പീച്ചെ ഗഡ പർദയുടെ അല്ലെങ്കിൽ കർട്ടന്റെ പുറകിൽ നിന്നുകൊണ്ട്, വഹ് അവൻ, ആവാസ് കെ തമാശേക്കോ ദേഖ് രഹാദ ഈ ശബ്ദങ്ങളുടെ തമാശ കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. മാം और मैनेजर में बहस होते देख वह वहां गया. മാം ഔർ മാനേജർ അമ്മയ്ക്കും മാനേജറിനുമിടയിൽ ബഹസ് ഹോത്തെ ദേഖ് തർക്കമുണ്ടാകുന്നത് കണ്ട് വഹ് വഹാം ഗയ അവൻ അവിടേക്ക് പോയി. मैनेजर ने चार्ली को माम के कुछ दोस्तों के सामने अभिनय करते देखा था. മാനേജർ ചാർലി അമ്മയുടെ കുറച്ച് കൂട്ടുകാരുടെ മുൻപിൽ അഭിനയിക്കർത്തെ ദേക്കാത അഭിനയിച്ചിട്ടുള്ളത്, അഭിനയിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. और वह उसे സ്റ്റേജ് पर भेजने की जिद करने लगा. ഇപ്പോൾ ഈ മാനേജർ എന്താ ചെയ്തത്? ഉസേ അവനെ എന്ന് പറഞ്ഞാൽ ചാർലിയെ സ്റ്റേജ് പർ ബേജിനേക്ക് സ്റ്റേജിലേക്ക് അയക്കാനായിട്ട്, ബേജിന അയക്കാനായിട്ട് ജിദ് കർനെ ലഗ ഷാഠ്യം പിടിക്കാൻ തുടങ്ങി. അപ്പൊ അമ്മയുടെ ശബ്ദം ഇടറിയപ്പോൾ ആളുകൾ ബഹളം വെക്കാൻ തുടങ്ങിയപ്പോൾ അശാന്തമായ ജനക്കൂട്ടത്തെ ശാന്തമാക്കാനായിട്ട് ചാർലിയെ സ്റ്റേജിലേക്ക് അയക്കാനായിട്ട് മാനേജർ നിർബന്ധം പിടിക്കാൻ തുടങ്ങി. മാം ഡർ ഗയി അമ്മ പേടിച്ചുപോയി. 5 साल का बच्चा इस उग्र भीड़ को जेल पाएगा. അമ്മ എന്തുകൊണ്ടാണ് പേടിച്ചത്? 5 साल का बच्चा 5 വയസ്സുള്ള കുട്ടി ഇസ് ഉഗ്ര ഭീഡ്കോ ഈ വലിയ ജനക്കൂട്ടത്തെ, ഭീഡ് എന്ന് പറഞ്ഞാൽ ജനക്കൂട്ടം, ഇസ് ഉഗ്ര ഭീഡ്കോ ഈ വലിയ ജനക്കൂട്ടത്തെ ജയിൽ പായേഗ അഭിമുഖീകരിക്കേണ്ടി വരും. 5 വയസ്സ് മാത്രം പ്രായമുള്ള ഈ കുട്ടി ഇത്ര വലിയൊരു ജനക്കൂട്ടത്തെ അഭിമുഖീകരിക്കേണ്ടതായി വരും. അതുകൊണ്ടാണ് അമ്മ പേടിച്ചു പോയത്. बहुत मुबाहिजा के बाद वह अंततः चार्ली को स्टेज पर ले गया और बचाव के कुछ शब्द कह उसे अकेला छोड़ आया. बहुत मुबाहिजा के बाद, बहुत വളരെ, മുബാഹിസ എന്ന് പറഞ്ഞാൽ തർക്കം, വളരെ തർക്കങ്ങൾക്ക് ശേഷം, കെ ബാദ് ശേഷം, വഹ് അന്തദഹ അദ്ദേഹം അല്ലെങ്കിൽ അവൻ അവസാനം, ചാർലിക്കോ ചാർലിയെ സ്റ്റേജ് പർ ലേ ഗയ വേദിയിലേക്ക് സ്റ്റേജിലേക്ക് കൊണ്ടുപോയി. ഔർ എന്നിട്ട് ബച്ചാവ് എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടാനായിട്ട്, കുച്ച് ശബ്ദ് കഹ് കുറച്ച് വാക്കുകൾ, കുറച്ച് കാര്യങ്ങളൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞു കൊടുത്തിട്ട്, ഉസേ അകേല ചോഡ് ആയ അവനെ തനിയെ അവിടെ നിർത്തിയിട്ട് തിരിച്ചു പോന്നു. दुएम के उड़ते हुए चल्लों के बीच चार्ली ने मशहूर गीत जैक जॉन्स गाना शुरू किया. दुएम के उड़ते हुए चल्लों, दुएम എന്ന് പറഞ്ഞാൽ പുക, ദുവേം കെ ഉഡ്തേ ഹുയെ ഉഡ്ന എന്ന് പറഞ്ഞാൽ പറക്കുക എന്നുള്ളതാണ്. അപ്പോൾ പുകയുടെ പറക്കുന്ന, ചല്ലോം എന്ന് പറഞ്ഞാൽ ഗോളാകൃതിയിലുള്ള വസ്തു എന്നാണ്. ഇവിടെ പറക്കുന്ന പുകച്ചുരുളുകൾക്കിടയിൽ, കെ ബീച്ച് ഇടയിൽ, ചാർലി എന്ത് ചെയ്തു? മഷൂർ ഗീത് വളരെ പ്രശസ്തമായ ഗാനം, ജാക്ക് ജോൺസ് വളരെ പ്രശസ്തമായ ജാക്ക് ജോൺസ് ഗാനം ശുരൂക്കിയ പാടാനായിട്ട് ആരംഭിച്ചു. കുച്ച് ദേർ തക് ऑर्केस्ट्रा वाले उसकी आवाज में उस गाने की धुन तलाशते रहे और वह जैसे ही मिली गाना सजने लगा. കുച്ച് ദേർ തക് കുറച്ച് സമയം വരെ, ഓർക്കസ്ട്ര വാലെ ഓർക്കസ്ട്രക്കാർ, ഉസ്കി ആവാസ് മേം അവന്റെ ശബ്ദത്തിൽ, ഉസ് ഗാനെ കി ധുൻ തലാശ്തേ രഹേ അവന്റെ ശബ്ദത്തിൽ ആ പാട്ടിന്റെ, ആ ഗാനത്തിന്റെ രീതി അന്വേഷിച്ചു കൊണ്ടിരുന്നു. അവർക്ക് പെട്ടെന്ന് അത് പിടികിട്ടിയില്ല. അവര് ഏതാണ് ആ ട്യൂൺ എന്നുള്ളത് അന്വേഷിച്ചിട്ട്, ഉസേ ജൈസേ ഹി മിലി അത് കിട്ടിയപ്പോൾ, ഗാന സജ്നെ ലഗ ആ ഗാനം ആകർഷകമായി മാറി. അപ്പൊ ഓർക്കസ്ട്ര അവനെ സപ്പോർട്ട് ചെയ്തു. അപ്പൊ നല്ല രീതിയിൽ ആ പാട്ടും ഓർക്കസ്ട്രയും കൂടി ചേർന്നപ്പോ ആ രംഗം അതിമനോഹരമായി മാറി. ഗാന അബി ആദാഹി ഹുവാദ ഗാനം അല്ലെങ്കിൽ പാട്ട് ഇപ്പോൾ പകുതിയായിട്ടുണ്ടായിരുന്നു. कि स्टेज पर पैसों की बौछार शुरू हो गई
പകുതി ആയിട്ടേ ഉള്ളൂ പാട്ട്. അപ്പോഴേക്കും സ്റ്റേജിൽ ഒരുപാട് പൈസ അല്ലെങ്കിൽ ഒരുപാട് പണം വർഷിക്കാൻ തുടങ്ങി. ആദ എന്ന് പറഞ്ഞാൽ പകുതി, പൈസോം കി ബൗച്ചാർ, ബൗച്ചാർ എന്ന് പറഞ്ഞാൽ വർഷിക്കുക എന്നുള്ളതാണ്. ഇവിടെ സ്റ്റേജിൽ ഒരുപാട് പൈസകൾ വന്നു ചേരാൻ തുടങ്ങി. ശുരു ഹോഗി, ആരംഭിച്ചു, ഒരുപാട് പൈസ വർഷിക്കാൻ തുടങ്ങി. ചാർലിനെ ഗാന രോക് ദിയ, ചാർലി തന്റെ പാട്ട് നിർത്തി. അവർ ഘോഷണാക്കി, എന്നിട്ട് പ്രഖ്യാപിക്കുകയാണ്. കി എന്താണെന്ന് വെച്ചാൽ പെഹലെ മേം യേ പൈസേ ബട്ടോരുങ്ക, ആദ്യം മേം ഞാൻ യേ പൈസേ ബട്ടോരുങ്ക, ഈ പൈസ ശേഖരിക്കാം. और उसके बाद എന്നിട്ട് അതിനുശേഷം, ഉസ്കെ ബാദ് അതിനുശേഷം, ഗാവുങ്ക അതിനുശേഷം ഞാൻ പാടാം. ഇസ് ബാത് നെ ഹാൽ കോ ഹാംസി ഘർ മേ തബ്ദീൽ കർ ദിയ, ഇവൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഹാൽക്കോ ഹാളിനെ ഹാംസി ഘർ മേ തബ്ദീൽ കർ ദിയ, ചിരിയുടെ ഹാളാക്കി മാറ്റി. തബ്ദീൽ ഹോന അല്ലെങ്കിൽ തബ്ദീൽ എന്ന് പറഞ്ഞാൽ ഇവിടെ മാറുക എന്നാണ്. നമ്മൾ നേരത്തെ കണ്ടതാണ് ഈ വാക്ക്. ബട്ടോരുങ്ക ശേഖരിക്കും, ബട്ടോർന ശേഖരിക്കുക, ഘോഷണ പ്രഖ്യാപിക്കുക, പ്രഖ്യാപിച്ചു. എന്താണ് പ്രഖ്യാപിച്ചത്? മേം പഹലെ യേ പൈസ ബട്ടോരുങ്ക और उसके बाद ही गाऊंगा. तब तक मैनेजर एक रुमाल लेकर आया और पैसे बटोरने लगा. चार्ली को लगा कि मैनेजर गुड पैसे रख लेना चाहता है. മാനേജർ ഏക് രുമാൽ ലേക്കർ, മാനേജർ അപ്പോൾ എന്ത് ചെയ്തു? ഏക് രുമാൽ, രുമാൽ എന്ന് പറഞ്ഞാൽ കർച്ചീഫ്, ഒരു ടവൽ എടുത്തു കൊണ്ടുവന്നിട്ട്, ലേക്കർ കൊണ്ടുവന്നിട്ട്, और പൈസ ബട്ടോർനെ ലഗ, അദ്ദേഹം എന്ത് ചെയ്തു? മാനേജർ ഒരു ടവൽ അല്ലെങ്കിൽ ഒരു കർച്ചീഫ് കൊണ്ടുവന്ന് പൈസയെല്ലാം അതിൽ ശേഖരിക്കാൻ തുടങ്ങി. ചാർലിക്കോ ലഗ, ചാർലിക്ക് തോന്നി, മാനേജർ ഗുഡ് പൈസ രഖ് ലേന ചാഹ്താ ഹെ, ഈ മാനേജർ പൈസ സ്വന്തമാക്കി വെക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. उसने यह बात शिकायती लहजे में दर्शकों से कह दी. അപ്പോ അവൻ എന്ത് ചെയ്തു? ഈ കാര്യം, ഇങ്ങനെ മാനേജർ ഈ പൈസ സ്വന്തമാക്കി വയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ശിക്കായത്തി ലഹജേമേം, ശിക്കായത്തി എന്ന് പറഞ്ഞാൽ പരാതി, ഒരു പരാതി രൂപേണ, ശിക്കായത്തി ലഹജ എന്ന് വെച്ചാൽ പരാതിയുടെ സ്വരത്തിൽ, ദർശകോംസെ കാണികളോട്, കഹ്ദി പറഞ്ഞു. ഹാംസി തബ് ഔർ ബഡ് ഗയി, ഇപ്പോൾ ചിരി മുൻപത്തേതിനേക്കാൾ കൂടുതലായി. ജബ് रुमाल की पोटली में पैसे बांध बैक स्टेज की ओर जाते मैनेजर के पीछे चार्ली व्याकुलता से लग गया. ഇപ്പോൾ എന്താ സംഭവിച്ചത്? ഇവൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഹാളിൽ ചിരി കൂടുതലായി. ജബ് രുമാൽ കി പോട്ടലി, ഈ പൊതിക്കെട്ട്, ഈ ടവല് പൊതിഞ്ഞു കെട്ടിയത്, പോട്ടലി എന്ന് പറഞ്ഞാൽ പൊതി എന്നാണ്. ഈ പൊതിക്കെട്ടിൽ പൈസയും കൊണ്ട് ബാക്ക് സ്റ്റേജ് കി ഓർ, ബാക്ക് സ്റ്റേജിന്റെ ബാക്ക് സൈഡിന് നേരെ ജാത്തെ പോയിക്കൊണ്ടിരിക്കുന്ന മാനേജർ കെ പീച്ചെ, ഈ മാനേജറുടെ പുറകെ ചാർലി വ്യാകുലദാസെ ലഗയ, അവൻ സങ്കടത്തോടു കൂടെ പോവുകയാണ്. ഇവിടെ പോട്ടലി എന്ന് പറഞ്ഞാൽ പൊതി എന്നാണ്. ഷിക്കായത്ത് പരാതിയാണ്. ലഹജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു സ്വരത്തിൽ എന്നാണ്. ജബ് തക് मैनेजर ने वह पोटली माम के हवाले नहीं की वह नहीं लौटा. മാനേജർ ഈ പണക്കിഴി അല്ലെങ്കിൽ ഈ പൈസ കെട്ടിവെച്ചിരിക്കുന്ന ഈ ടവല് കൊണ്ടുള്ള പൊതി അമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നത് വരെ അവൻ തിരിച്ചു വന്നില്ല. ഹവാലെ കർണ എന്ന് പറഞ്ഞാൽ ഏൽപ്പിക്കുക, ഏൽപ്പിച്ചു കൊടുക്കുക. പോട്ടലി എന്ന് പറഞ്ഞാൽ പൊതി. ഇത് അമ്മയുടെ കയ്യിൽ കൊടുക്കുന്നവരെ അവൻ തിരിച്ച് സ്റ്റേജിലേക്ക് വന്നില്ല. ചാർലിനെ ജനതാമേം ഗുദ്ഗുദി ഫൈലാ ദീദി, ചാർലി ജനങ്ങൾക്കിടയിൽ, ആ ഹാളിൽ ഉണ്ടായിരുന്ന ആളുകൾക്കിടയിൽ ഗുദ്ഗുദി ഫൈലാ ദീദി, ഗുദ്ഗുദി എന്ന് പറഞ്ഞാൽ ആഹ്ലാദം, ഫൈലാ ദി അതായത് പരത്തി, അവിടെ കൂടിയിരുന്ന ആളുകൾക്കിടയിൽ അവൻ ആഹ്ലാദം പരത്തി. ഉസ്കെ ബാദ് അതിനുശേഷം, ഉസ്നെ ദർശകോം സെ ബാത്ചീത് കി, അവിടെ വന്നിരുന്ന കാണികളോട് അവൻ സംഭാഷണത്തിൽ ഏർപ്പെട്ടു, അവരോട് സംസാരിക്കാൻ തുടങ്ങി. നൃത്യക്കിയ അവൻ നൃത്തം ചെയ്തു. और अपनी माम സഹിത് കൈ ഗായകോം കി നക്കൽ ഉത്താരി, അതിനുശേഷം എന്ത് ചെയ്തു? അപ്നി മാം കി സഹിത്, തന്റെ അമ്മയുൾപ്പെടെ കൈ ഗായകോം ധാരാളം പാട്ടുകാരുടെ, കി നക്കൽ ഉത്താരി ധാരാളം ഗായകരെ അവൻ എന്ത് ചെയ്തു? അവൻ അനുകരിക്കാൻ തുടങ്ങി. മാസൂമിയത് മേം നിഷ്കളങ്കതയാൽ, മാസൂമിയത്ത് എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കത. उसने थोड़ी देर पहले फटी माम की आवाज और उसके फुसफुसाने की नकल उतार दी.
അപ്പോ അവൻ എന്താ ചെയ്തത്? തന്റെ നിഷ്കളങ്കതയാൽ ദോഡി ദേർ പെഹളെ കുറച്ചു നേരം മുൻപ് ഫട്ടി ഇടറിപ്പോയ മാം കി ആവാസ് അമ്മയുടെ ശബ്ദം और उसके फुसफुसाने की भी അങ്ങനെ ആ പതറിപ്പോയ നേരത്തെ പുലമ്പലായി മാറിയ അമ്മയുടെ ശബ്ദവും നക്കൽ ഉതാർദി അവൻ അഭിനയിച്ച് അല്ലെങ്കിൽ അനുകരിച്ച് കാണിച്ചു. ലോഗോമേ ടഹാക്കോം കി ഹിസ്സേദാരി ഹുയി ആ ആളുകൾ ടഹാക്കോം എന്ന് പറഞ്ഞാൽ പൊട്ടിച്ചിരിയിൽ പങ്കാളികളായി. ഹിസ്സേദാരി ഹുയി പങ്കാളികളായി. और സ്റ്റേജ് पर जमकर पैसे बरसे എന്നിട്ട് എല്ലാവരും ഒന്നിച്ച് സ്റ്റേജിൽ പണം അല്ലെങ്കിൽ പൈസ വർഷിക്കാൻ തുടങ്ങി. അന്തമേം അവസാനം മാം ജബ് ഉസേ ലേനെ ആയി തോ അമ്മ അവനെ കൊണ്ടുപോകാനായിട്ട് വന്നപ്പോൾ ദർശകോംനെ കാണികൾ ദേർ തക് കുറെ സമയത്തോളം ഗഡേ ഹോക്കർ എഴുന്നേറ്റ് നിന്നിട്ട് താലിയാം ബജായി കൈയടിച്ചു. താലിയാം ബജാന കൈയടിക്കുക, താലിയാം ബജായി കൈയടിച്ചു. കൈ ലോഗോം ने माम से हाथ मिलाकर उसके छोटे बच्चे की तारीफ की. കൈ ലോഗോം ने ധാരാളം ആളുകൾ മാം സെ ഹാത്ത് മിലാക്കർ അമ്മയ്ക്ക് കൈ കൊടുത്തിട്ട് അമ്മയ്ക്ക് ഷേക്ക് ഹാൻഡ് കൊടുത്തിട്ട് ഉസ്കെ ചോട്ടെ ബച്ചേക്ക് അവരുടെ ചെറിയ കുട്ടിയെ താരീഫ് की അഭിനന്ദിച്ചു, പ്രശംസിച്ചു. ചാർലി സ്റ്റേജ് पर पहली बार आया അങ്ങനെ ചാർലി സ്റ്റേജിൽ ആദ്യമായാണ് വന്നത്. അവന്റെ ആദ്യത്തെ സ്റ്റേജ് പ്രോഗ്രാം ആയിരുന്നു അത്. और മാം ആഖിരി ബാർ അത് മാത്രമല്ല അമ്മ സ്റ്റേജിൽ വന്നത് അവസാനമായുമാണ്. ദുനിയാ കെ സബ്സെ ബഡേ ഷോമാൻ കാ യഹ് പഹല ഷോദ ലോകത്തിലെ ഏറ്റവും വലിയ ഷോമാന്റെ ആദ്യത്തെ ഷോയായിരുന്നു ഇത്. ഉസ്നെ ജന്മലിയാദ അവൻ ജന്മമെടുത്തിരുന്നു. അപ്പൊ ചാർലി ചാപ്ലിൻ എന്ന കലാകാരന്റെ ജന്മമെടുത്തത് അല്ലെങ്കിൽ ആ കലാകാരൻ പിറവിയെടുത്തത് ഈ ഒരു സ്റ്റേജിൽ വെച്ചായിരുന്നു. ഈ പാഠഭാഗം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിലെ അറിയാത്ത വാക്കുകളുടെ അർത്ഥം നിങ്ങൾ പഠിച്ചു വെക്കണം. ഇനി ഇതിന്റെ പാഠത്തിന്റെ പുറകിൽ വരുന്ന ആക്ടിവിറ്റീസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം.